ഡിജിറ്റൽ അറസ്റ്റ് ശ്രമം പൊളിച്ച ഒരു വിദ്യാർത്ഥി തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അശ്വഘോഷ് സൈന്ധവാണ് തട്ടിപ്പുകാരെ കുടുക്കിയത്. മുംബൈ പോലീസ് എന്ന വ്യാജേനയാണ് വെർച്വൽ അറസ്റ്റിന് ശ്രമിച്ചത്. 1 മണിക്കൂറോളം ഇവർ തട്ടിപ്പിന് ശ്രമിച്ചു. Sir, I don't know what he is doing right now, sir. And he's saying that what is your father means I don't know my father. So how he got it? So where is your father? Sorry, sir. Where is your father? Sir, actually our home was at Tamil Nadu, sir. आपको क्या चाहिए? आपको बता दो, मैं दे देगा आपको. അമൽ സൈബർ സെല്ലിനെ വരെ പിടികൂടാൻ ശ്രമിച്ച ടീമാണ് ഈ ഡിജിറ്റൽ അറസ്റ്റുകാർ. ഇവരെങ്ങനെയാണ് ഈ മിടുക്കൻ കുരുക്കിയിട്ടത്? ഇന്ന് 12 മണിയോടെയാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിനൊരു നീക്കം നടന്നത്. ഈ അശ്വഘോഷിനെ വിളിച്ച ട്രായിൽ നിന്നാണ് വിളിക്കുന്നത്. തങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ആദ്യം പറയുന്നു. പിന്നീട് ഒരു വീഡിയോ കോൾ വരുന്നു. ആ വീഡിയോ കോളിൽ അശ്വഘോഷ് ജോയിൻ ചെയ്യുമ്പോൾ പോലീസ് യൂണിഫോമിലൊക്കെ ഇരിക്കുന്ന ആളുകൾ, അതിൽ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസ് യൂണിഫോമിലൊക്കെ ഇരിക്കുന്ന ആളുകളുള്ള ഒരു മുറിയാണ് ദൃശ്യങ്ങളിലുള്ളത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ വാക്കി ടോക്കിയുടെ അടക്കമുള്ള ശബ്ദങ്ങളും ആ വീഡിയോയിൽ കേൾക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ഒരു ശ്രമമായിരുന്നു. അശ്വഘോഷിന്റെ പേരിൽ ഒരു സിം എടുത്തിട്ടുണ്ട് എന്നും ആ സിം ഉപയോഗിച്ച് മറ്റു പല തട്ടിപ്പുകൾക്കും ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനാലാണ് തങ്ങൾ ഇങ്ങനെ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളത് പറഞ്ഞാണ്, ട്രായിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാണ് വിളി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ വിളി വന്ന സമയത്ത് ഒരു സാധാരണക്കാരാണെങ്കിൽ സ്വാഭാവികമായും അതിൽ ഒരു അങ്കലാപ്പുണ്ടാകും. പക്ഷേ അശ്വഘോഷ് കൃത്യമായി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു. എന്താണ് ഈ നടക്കുന്നത്? ഈ സമീപ ദിവസങ്ങളിൽ വന്ന വാർത്ത അവനെ വളരെ രസകരമായിട്ടാണ് അശ്വഘോഷ് ഇടപെട്ടത്. എൻ്റെ കുടുംബമായിട്ട് എനിക്കൊരു ബന്ധമില്ല, അച്ഛൻ എന്താ ചെയ്യുന്നത് അറിയില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അതെ, അശ്വഘോഷ് കൃത്യമായി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. മാത്രമല്ല അതിൽ കുടുങ്ങാൻ നിന്നില്ല എന്നുള്ളതാണ്. സാധാരണ ചിലപ്പോൾ കുടുങ്ങി പോകേണ്ടതാണ്. അശ്വഘോഷ് ഉണ്ട്, എന്തെങ്കിലും ഡിവിഷനിൽ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അശ്വഘോഷ് എങ്ങനെ ഒരു വളരെ സമചിത്തയോടുകൂടി കാര്യത്തിൽ ഇടപെട്ടു? ഇതൊക്കെ നേരത്തെ ഇങ്ങനെ വാർത്തകളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പിടികിട്ടിയങ്ങ് പെരുമാറുകയായിരുന്നോ? ഈ ഒരു സൈബർ സെക്യൂരിറ്റി ഫീൽഡിലും മറ്റും നിൽക്കുന്നുള്ളതോടുകൂടി തന്നെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളെ പറ്റി മുമ്പേ ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവർ ആദ്യം വിളിച്ചപ്പോൾ തന്നെ തട്ടിപ്പുകാരാണെന്ന് മനസ്സിലായിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തത്. എത്ര സമയം ഇവർ പരമാവധി അശ്വഘോഷിനെ വീഴ്ത്താൻ നോക്കി? എന്തായിരുന്നു ആദ്യം ഇവർ പറഞ്ഞ കാര്യം? ആദ്യം കോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രായിൽ നിന്നാണ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടാണ് കോൾ വരുന്നത്. അതായത് എൻ്റെ പേരിൽ ഒരു സിം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് വ്യാജമായിട്ടുള്ള SMS-കളും മറ്റും ആൾക്കാരിലേക്ക് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യം കോള് വന്നത്. അപ്പൊ നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ ഈ കോള് ട്രായിൽ ഒരു ഉദ്യോഗസ്ഥൻ ആദ്യം എടുക്കുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനോട് നമ്മളല്ല ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ പുള്ളി പറയും ഇത് സൈബർ ക്രൈമിൽ ബോധിപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയും, സൈബർ സെല്ലിലേക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ്. എന്നിട്ട് അവർ തന്നെ നമ്മുടെ കോള് സൈബർ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിന് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് വ്യക്തമാക്കി കഴിയുമ്പോൾ അവർ പറയും നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്താനായിട്ട്. ഒരു ഡൗട്ട് അടിച്ചിരുന്നോ? എനിക്ക് ആദ്യം കോള് വന്നപ്പോ തന്നെ മനസ്സിലായിരുന്നു ഇത് തട്ടിപ്പാണ് എന്നുള്ളത്. കാര്യം അതെ, ഒരു കാരണവശാലും ഈ ടെലികോം റെഗുലേറ്ററിയിൽ നിന്നൊന്നും നമ്മളെ ഇങ്ങനെ നേരിട്ട് വിളിക്കുകയോ ഇങ്ങനൊന്നും ബോധിപ്പിക്കുന്നതല്ല. അപ്പൊ തന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലായി. അപ്പൊ ഇവരിത് എവിടം വരെ പോകും എന്നറിയാൻ വേണ്ടി നോക്കാം എന്നോർത്താണ് കയറിയത്. ഏകദേശം 2 മണിക്കൂറോളം അവരുമായിട്ട് സംഭാഷണം ഉണ്ടായിരുന്നു. അല്ല, അവര് പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ പല പ്രമുഖരെയും ചിലർ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ബാങ്കിൽ പോയി പണം എടുക്കാൻ വേണ്ടി 5-6 ലക്ഷം രൂപയൊക്കെ പിൻവലിക്കാൻ നിൽക്കുമ്പോൾ ബാങ്കുകാർ ഇടപെട്ടാണ് ഈ തട്ടിപ്പിൽ നിന്നൊക്കെ ചിലർ രക്ഷപ്പെട്ടത്. അപ്പൊ എങ്ങനെയാണ് ഇവര് പണം ചോദിച്ചത്? എന്ത് കുറ്റകൃത്യമൊക്കെയാണ് നമ്മുടെ പേരിൽ ആരോപിച്ചത്? ഇത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ SMS അതായത് ഒരു സിം എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ID പ്രൂഫ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് പറയുന്നു. അത് കഴിഞ്ഞ് സൈബർ ക്രൈമിലേക്ക് കൊടുക്കുന്ന ടൈമിൽ അദ്ദേഹത്തിന് തെറ്റെല്ലാം മനസ്സിലായി. നിങ്ങൾ നേരിട്ട് വന്ന് ഇത് ബോധിപ്പിക്കണം എന്ന് പറയുന്നു. മുംബൈയിൽ ഏകദേശം 2 മണിക്കൂറിൽ എത്തണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത് നമ്മൾ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഇവർ പറയുമെങ്കിൽ പിന്നെ നിങ്ങൾ ഓൺലൈനിൽ വന്ന് മൊഴി രേഖപ്പെടുത്താം എന്ന് പറയും. ഓൺലൈനിൽ വിളിച്ചു കഴിയുമ്പോൾ നമ്മുടെ ID പ്രൂഫും പേരും മറ്റും എല്ലാം ചോദിക്കും. പക്ഷെ ഇവർക്ക് യാതൊരു വിധത്തിലും നമ്മുടെ പേരോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഇവരുടെ കയ്യിൽ കാണില്ല. ഇവർ ജസ്റ്റ് ഒരു നമ്പറിലേക്ക് വിളിക്കുന്നു, നമ്മൾ ഏത് പേര് പറഞ്ഞു കൊടുക്കുന്നോ ആ പേരായിരിക്കും ഇവർ പിന്നെ ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ അതേപോലെ ഒരു വ്യാജ പേരും ഒരു നിലവിലില്ലാത്തൊരു ആധാർ നമ്പറും മറ്റുമൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇവര് ശരിക്കുള്ളൊരു പോലീസ് സ്റ്റേഷൻ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പോലെ വോക്കി ടോക്കിയിൽ കൂടെ സംസാരിക്കുന്ന പോലെയും മറ്റുമാണ് ഇവര് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിവിടെ കേൾക്കാൻ പറ്റുമായിരുന്നു.
അപ്പൊ അങ്ങനെ ഇവര് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ കൊടുത്ത പേരും ഈ കൊടുത്ത ആധാർ നമ്പറിലും ശരിക്കും 24 ക്രിമിനൽ കേസുകൾ പെൻഡിങ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞാണ് നമ്മളെ ഡിജിറ്റൽ അറസ്റ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അല്ല, എന്നിട്ട് എത്ര പണം ചോദിച്ചു? പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ഒരു ദയ എന്തായിരുന്നു? പണം ചോദിക്കാൻ വരെയുള്ള ഒരു സാഹചര്യം അവർക്ക് എത്താൻ പറ്റിയില്ല. കാര്യം ഇവർക്ക് ഈ ഡീറ്റെയിൽസും മറ്റും ചോദിച്ചപ്പോൾ തന്നെ ഇവർക്ക് ചെറിയൊരു പന്തികേട് തോന്നിയെന്ന് തോന്നുന്നു. അവരെന്നിട്ട് ശരിക്കുള്ള ആധാർ കാർഡ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ നമ്മുടെ ഇടയ്ക്ക് വെച്ച് തൃശ്ശൂരിലെ ഒരു സൈബർ സെല്ലിലെ സാറിനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കോള് ലഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാനപ്പോ അതിന്റെ ആ ഒരു വീഡിയോ മറ്റും അവരെ തിരിച്ചു കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരല്ലേ ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി പണി കിട്ടി എന്നുള്ളത്. അങ്ങനെ അവര് പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവുകയായിരുന്നു. അവര് ശരിക്കൊന്നും അവർക്ക് പണി കിട്ടിയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവര് നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചീത്തവിളിയും മറ്റുമൊക്കെ ആയിട്ട് ചീത്ത വിളിച്ചിട്ടൊക്കെയാണ് അവർ പോകുന്നത്. അവരെ പറ്റിച്ചതിന്റെ അത്രയും ദേഷ്യം അവർക്കുണ്ടായിരുന്നു. അവരുടെ വിലപ്പെട്ട 2 മണിക്കൂർ പോയതിന്റെ വിഷമം അവർക്കുണ്ടായിരുന്നു. അല്ലെ, ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ സൈബർ സെല്ലിന് മറ്റോ കൈമാറിയിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ കൃത്യമായ വിവരം? അങ്ങനെ എന്തെങ്കിലും കിട്ടിയോ പോലീസിന്റെ ഭാഗത്തുനിന്ന്? ഇല്ല, ജസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഫർദർ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ല. ശരി, അപ്പോൾ കാണുന്ന പ്രേക്ഷകർ കൂടി ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന അശോക് ഘോഷാണ് നമ്മളോട് ടെലിഫോണിൽ പ്രതികരിച്ചത്. ഏകദേശം 2-2.5 മണിക്കൂറോളം ഈ ഡിജിറ്റൽ അറസ്റ്റുകാരെ ഒന്ന് മുൾമുനയിൽ നിർത്തിയ ആളാണ് അശോക് ഘോഷ്. പരമാവധി അവർ കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷേ അശോക് ഘോഷ് വളരെ തന്ത്രപരമായി അതിനെ മറികടക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരെ വീണ്ടും ശ്രദ്ധയിലേക്ക്, ഇത് പല അനുഭവങ്ങൾ വന്നാലും ഇപ്പോൾ ഈ ഓൺലൈനിൽ കൊണ്ടുപോയി പണം ഇടുന്നതും അല്ലെങ്കിൽ ഇത്തരം 10 ഇട്ടാൽ 100 ആക്കും, 100 ഇട്ടാൽ 1000 ആക്കും പറഞ്ഞ് കേൾക്കുമ്പോൾ പണം ഇടുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ്. എത്ര അനുഭവങ്ങൾ വാർത്തകളായി നമ്മുടെ മുന്നിൽ വന്നിട്ടും പക്ഷേ അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി കാണുക. ഇതുപോലെ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൽ അപ്പോൾ തന്നെ സ്ഥലം വിട്ടോളാൻ പറയുക, അല്ലെങ്കിൽ ഉടൻ തന്നെ സൈബർ സെല്ലിനെ വിവരം അറിയിക്കുക.